എല്ലാ ദൈവമക്കൾക്കും ധന്യനായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഒരു ചെറിയ ചിന്ത നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. വിശുദ്ധിക്ക് ഫലമുണ്ടോ? നിശ്ചയമായും വിശുദ്ധിക്ക് ഫലമുണ്ട്. ആ ഫലത്തെക്കുറിച്ചാണ് ഒരല്പസമയത്തേക്ക് നിങ്ങളുടെ ചിന്തയെ ഞാൻ അതിലേക്ക് ക്ഷണിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ വീട്ടിൻ്റെ മുറ്റത്ത് ഒരു വൃക്ഷം നടുമ്പോൾ ഒരു ഫലം പ്രതീക്ഷിച്ചാണ് നമ്മൾ നടുന്നത്. നിശ്ചയമായും ഫലം ലഭിക്കും. നമ്മൾ രാവിലെ എണീറ്റ് ജോലിക്ക് പോകുന്നത് നമ്മൾ കൂലി പ്രതീക്ഷിച്ചാണ് രാവിലെ ജോലിക്ക് പോകുന്നത്. നമ്മൾ വീട് വെക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ സുരക്ഷിതത്വത്തിന് വേണ്ടി പ്രതീക്ഷിച്ചാണ് ഒരു വീട് വെക്കുന്നത്. എന്ന് വേണ്ട, ഈ ലോകത്തിലെ സകല കാര്യങ്ങളും നമ്മൾ ചെയ്യുമ്പോൾ അതിന് പ്രതിഫലമുണ്ട്. അങ്ങനെയാണെങ്കിൽ വേദപുസ്തകം പ്രതിദാനം ചെയ്യുന്നത് വിശുദ്ധിക്ക് ഒരു പ്രതിഫലമുണ്ടെന്നാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്താണ് പ്രതിഫലം? പലപ്പോഴും നാം കേൾക്കുന്ന സന്ദേശങ്ങൾ വ്യത്യസ്തമാണ്. വിശുദ്ധിയുടെ പ്രതിഫലത്തെ കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ വളരെ വ്യക്തമായ രീതിയിൽ ഫിലിപ്പിയ ലേഖനത്തിൽ, കൊരിന്ത്യയ ലേഖനത്തിൽ പല ഭാഗങ്ങളിലും അതിന്റെ ഫലത്തെക്കുറിച്ച് പറയുന്നു. ആ ഫലത്തെക്കുറിച്ചുള്ളത് പലപ്പോഴും നമ്മൾ കേൾക്കാറില്ല. അത് കേട്ടിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. നമ്മുടെ പൂർവ്വ പിതാക്കന്മാരുടെ പ്രസംഗങ്ങളെല്ലാം അതായിരുന്നു. എന്നാൽ കാലങ്ങൾ പിന്നിട്ട് വന്നപ്പോൾ, പുതിയ ജനറേഷനിലേക്ക് വന്നപ്പോൾ, പുതിയ സഭകൾ ഉടലെടുത്തപ്പോൾ ഉപദേശവും വിശുദ്ധിയും മാറിപ്പോയി. വിശുദ്ധി ഭൗതിക വിഷയങ്ങൾക്ക് മാത്രം, പുറമേയുള്ള കാര്യത്തിന് മാത്രമായി മാറിയപ്പോൾ തിരുവചനം എന്താണ് വിശുദ്ധിയുടെ ഫലത്തെക്കുറിച്ച് പറയുന്നത് എന്ന് നമുക്ക് അല്പം ചിന്തിക്കാം. എഫേസ്യ സഭയ്ക്ക് പൗലോസ് അപ്പോസ്തലൻ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുകയാണ്. കാരാഗൃഹത്തിന്റെ ഉൾമുറിക്കകത്തിരുന്നു കൊണ്ട് ഹൃദയത്തിന്റെ ദൃഷ്ടി പ്രകാശിച്ച് സഭയെക്കുറിച്ച് ഹൃദയത്തിനകത്തൊരു വേദന വന്ന് താൻ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥനയുടെ രണ്ടാമത്തെ വാക്കാണ് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിന്റെ 18-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് നാം വായിക്കുന്നത്: ജ്ഞാനത്തിന്റെയും വെളിപ്പാടിനെയും ആത്മാവിനെ തരേണ്ടതിന് നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധനം, വിശുദ്ധന്മാരുടെ ഇടയിൽ അവന്റെ മഹിമാധനം. ആ മഹിമാധനം എന്ത് എന്ന് പൗലൂസ് പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ ചിന്തയും ഇതാണ്: വിശുദ്ധന്മാർക്ക് ഒരുക്കുന്ന മഹിമാധനം. അതൊക്കെ മേലെ വേറൊന്നുമില്ല. ഒരു വിശുദ്ധന്റെ ജീവിതത്തിൽ ദൈവം കൊടുക്കുന്ന മഹിമാധനം എന്ന് പറയുന്നത് പൗലൂസ് തന്നെ പറയുന്നു, പുനരുത്ഥാനം എന്ന് വെച്ചാൽ നമ്മൾ ഈ ലോകത്ത് ഒരു ദിവസം മരിക്കും. ആ മരിച്ച ശേഷം ഈ മണ്ണിലേക്ക് നമ്മളെ മാറ്റപ്പെടുത്തും. നമ്മുടെ ഭൗതിക ശരീരം മണ്ണിലേക്ക് മാറ്റപ്പെടുമ്പോൾ ഒരു നാളിൽ കർത്താവിന്റെ കാഹള ശബ്ദം കേൾക്കുന്നൊരു ദിവസമുണ്ട്. ആ കാഹളനാദം കേൾക്കുമ്പോൾ ഈ മണ്ണിൽ അടക്കപ്പെട്ട വിശുദ്ധന്റെ ശരീരം ഒരു പുനരുത്ഥാന ശരീരം പ്രാപിച്ച് ഈ മണ്ണിൽ നിന്നും നിത്യതയിലേക്ക് പറന്നുയരുവാനിടയാകും. ഇതാണ് ഈ ഭൂമിയിൽ ഒരു വിശുദ്ധന് ദൈവം കൊടുക്കുന്ന ഏറ്റവും വലിയ പ്രതിഫലം എന്ന് പറയുന്നത്. ഇതാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇതാണ് 66 പുസ്തകങ്ങളിലും നമ്മെ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന, വിശുദ്ധീകരിച്ചു കൊണ്ടിരിക്കുക കാരണമായിരിക്കുന്ന ഏക കാര്യം ഇതാണ്: പുനരുത്ഥാനം നാം പ്രാപിക്കണം. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിൽ പറയുന്നു, വല്ല വിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള ഒരു പുനരുത്ഥാനത്തിന് വേണ്ടി പൗലോസ് കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് അദ്ദേഹം ചെയ്തത് 3-ാം അധ്യായത്തിൽ തന്നെ പറയുന്നു, തനിക്ക് ലാഭമായതൊക്കെയും താൻ ക്രിസ്തു നിമിത്തം ഛേദമെന്നെണ്ണി. എന്തിനു വേണ്ടി? വിശുദ്ധിക്ക് വേണ്ടി. പൗലൂസിന്റെ ഹൃദയത്തിന്റെ ദൃഷ്ടി പ്രകാശിച്ചപ്പോൾ പുള്ളിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്: ഒരു വിശുദ്ധന്റെ ശരീരം മാത്രമേ പുനരുത്ഥാനം പ്രാപിക്കുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണെങ്കിൽ ഇന്നെന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എന്റെ മാന്യ സഹോദരി സഹോദരങ്ങളോടും ദൈവപുരുഷന്മാരോടും വളരെ വ്യക്തമായ ഒരു കാര്യം വിളിച്ചു പറയട്ടെ: വിശുദ്ധീകരണം കൂടാതെ ആരും ദൈവത്തെ കാണുകയില്ല. കാരണം വേദപുസ്തകം പറയുന്നു,
ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരായിരിക്കാൻ തിരുവചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. പൗലൂസിന്റെ 1 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 15-ാം അധ്യായം 46 നാം പഠിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന്റെ അവസ്ഥകളെ കുറിച്ച് പറയുന്നു. ബലഹീനമായ ശരീരം, നിന്ദിക്കപ്പെട്ടിരിക്കുന്ന ശരീരം, പ്രാകൃത ശരീരം, ഇതൊക്കെ പറയുമ്പോൾ തേജസ്കരിക്കപ്പെടുന്ന ശരീരത്തെ കുറിച്ച് അവിടെ വളരെ വ്യക്തമായി പറയുകയാണ്. എന്ന് വെച്ചാൽ ഈ മണ്ണിൽ നമ്മൾ ജീവിക്കുമ്പോൾ, എന്ന് വെച്ചാൽ ക്രിസ്തുവിൽ ജനിച്ച ഒരു വ്യക്തി അടുത്ത് ക്രിസ്തുവിൽ അവൻ ജീവിക്കണം. ക്രിസ്തുവിൽ ജീവിച്ചാൽ മാത്രമേ ക്രിസ്തുവിൽ മരിക്കുകയുള്ളൂ. ക്രിസ്തുവിൽ മരിക്കുമ്പോഴാണ് ഒരു ദിവസം കാഹള ശബ്ദം കേൾക്കുമ്പോൾ ക്രിസ്തുവിൽ അവൻ ഉയർത്തെഴുന്നേറ്റ് പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ ഏറ്റവും വലിയ അടിത്തറ എന്ന് പറയുന്നത് നമ്മുടെ വിശുദ്ധിയാണ്. ഹല്ലേലൂയ. നമ്മൾ എത്ര പേരെ ആത്മാക്കളെ നേടിയെന്നല്ല, എത്ര സഭകൾ സ്ഥാപിച്ചു എന്നല്ല, എത്ര പേരെ നമ്മൾ രക്ഷയുടെ മാർഗം കാണിച്ചു കൊടുത്തെന്നല്ല, നമ്മൾ ഈ ലോകത്ത് എന്ത് ചെയ്ത് കൂട്ടിയെന്നല്ല ദൈവം നോക്കുന്നത്. നമ്മൾ എത്ര പ്രസംഗങ്ങൾ കാഴ്ചവെച്ചെന്നല്ല, മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മളെ എത്രമാത്രം പ്രദർശിപ്പിച്ചെന്നല്ല നമ്മൾ നോക്കേണ്ടത്. പിന്നെയോ നമ്മൾ ഈ ഭൂമിയിൽ ദൈവം തന്ന ആയുസ്സിൽ നമ്മുടെ രക്ഷയുടെ വസ്ത്രത്തിൽ, അല്ലെങ്കിൽ ദൈവം തന്ന വിശുദ്ധിയുടെ വസ്ത്രത്തിൽ എപ്രകാരം സൂക്ഷിച്ചു എന്നത് അടിസ്ഥാനത്തിലായിരിക്കും പുനരുത്ഥാനം നിശ്ചയിക്കപ്പെടുന്നത്. ആകയാൽ എന്നെ കേൾക്കുന്ന ദൈവദാസീദാസന്മാരെ, വളരെ വ്യക്തമായ ഒരു കാര്യം പറയട്ടെ. നമ്മുടെ ക്രിസ്തീയ ജീവിതം ഒരു കളിക്കളത്തിൽ നിൽക്കുന്നതല്ല, നാം ഒരു പോർക്കളത്തിൽ നിൽക്കുകയാണ്. ശത്രു ആരെയും എപ്പോൾ വേണമെങ്കിലും തള്ളിയിടുവാൻ, ആരെ വിഴുങ്ങേണ്ടു എന്ന് അവൻ അലറുന്ന സിംഹം പോലെ ഊടാടി സഞ്ചരിക്കുന്ന ഈ തലമുറയിൽ വെളിച്ചദൂതന്റെ വേഷം ധരിച്ച് വിശുദ്ധന്മാരെ തകർത്തുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ വിശുദ്ധിയെ നമ്മൾ കാത്തു സൂക്ഷിക്കണം. നമുക്കറിയാം, നമ്മൾ ഒരു പുതിയ വസ്ത്രം ധരിച്ചുകൊണ്ട് റോഡ് വഴി പോവുകയാണ്. തന്റെ ആ റോഡിന്റെ ഒരു ഭാഗത്ത് വളരെ ഒരു ചെളിക്കുണ്ട് കിടക്കുകയാണ്. അത് കാണുമ്പോൾ, ദൂരെ വെച്ച് കാണുമ്പോൾ തന്നെ അയ്യോ, ഞാൻ അതുവഴി പോയാൽ ആ ചെളി എന്റെ മേൽ വരുമെന്ന്, എന്റെ വസ്ത്രത്തിൽ വീഴുമെന്ന് പറഞ്ഞ് നമ്മൾ ഒതുങ്ങി, റോഡ് വിട്ട് മാറി ഒതുങ്ങിപ്പോകുന്നു. കാരണം എന്താണ്? അവിടെ ചെളി കിടക്കുകയാണ്, വസ്ത്രത്തിൽ വീഴാൻ പാടില്ല. ഇതുപോലെ ആയിരിക്കണം ഒരു വിശുദ്ധന്റെ ജീവിതം. അനുദിനം പാപം നിറഞ്ഞ ലോകത്ത്, അധർമ്മം നിറഞ്ഞ ലോകത്ത് പാപത്തിന്റെ ചെളിക്കൊണ്ട് കിടക്കുമ്പോൾ നമ്മൾ അതിനോട് ചേർന്നല്ല, അതിൽ നിന്ന് ഒഴിഞ്ഞു മാറണമെന്ന് ദൈവം നമ്മളോട് ഇന്ന് പകൽക്കാലം ആഹ്വാനം ചെയ്യുകയാണ്. ആകയാൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവരോട് ഞാൻ പറയട്ടെ, നാം സാധാരണ കേൾക്കാറുള്ള ഒരു ഭാഗമുണ്ട്. മരിച്ചു കിടക്കുന്ന സമയത്ത് ഒത്തിരി ദൈവദാസന്മാർ വന്ന് അനുശോചനങ്ങൾ പറയാറുണ്ട്. എനിക്ക് പലപ്പോഴും അതിശോക്തമായി തോന്നിയ ഒരു സംഭവമുണ്ട്. ഈ മരിച്ചു കിടക്കുന്ന മനുഷ്യനെ കുറിച്ച് ഇന്ന് വരെ കണ്ടിട്ടില്ലാത്തവർ പറയുന്ന വാക്കുകൾ, ആ സമയത്ത് വാക്കുകൾ, പുകഴ്ത്തലുകൾ, വല്ലാത്ത അതിശയങ്ങൾ തോന്നിയിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കണം, ഒരു മനുഷ്യൻ മരിച്ച ശേഷം ആരൊക്കെ ഇവിടെ പുകഴ്ത്തിയാലും, ആരൊക്കെ എത്ര നല്ല മാർബിൾ കല്ലറയിൽ അടക്കിയാലും അതെല്ലാം വേസ്റ്റ് ആണ്. കാരണം അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ വിശുദ്ധനായി ജീവിച്ചോ എങ്കിൽ നിശ്ചയമായും ആ മനുഷ്യനെ എവിടെ അടക്കിയാലും, ഒരുപക്ഷെ ആ മനുഷ്യൻ തീയിലേക്ക് പോയാലും, ഒരുപക്ഷെ ആ മനുഷ്യൻ വെള്ളത്തിൽ മരിച്ചു പോയാലും, കാഹളം ധരിക്കുമ്പോൾ ആ മനുഷ്യൻ എവിടെയാണോ മരിച്ചത് അവിടെ നിന്ന് പുനരുത്ഥാന ശരീരം പ്രാപിച്ച് നിത്യതയിലേക്ക് വരുവാനിടയാകും. ഇല്ല, ആ മനുഷ്യൻ മരിച്ചിട്ടില്ല. അതിനു മുമ്പ് കർത്താവ് വന്നു കഴിഞ്ഞാൽ ദേഹസഹിതനായി നാം അവന്റെ സന്നിധിയിലേക്ക് ഒരു പുനരുത്ഥാന ശരീരം പ്രാപിച്ച് നാം നിത്യതയിലേക്ക് വരുവാനിടയാകും. ആകയാൽ എന്നെ കേൾക്കുന്ന ദൈവദാസീദാസന്മാരെ, നാം ഈ ആത്മീയ ഗോളത്തിൽ തകർന്നു പോകരുത്. നമ്മുടെ ഓട്ടവും അധ്വാനവും വെറുതെയായി പോകരുത്. നാം മുടക്കിയ പണം, ചെലവാക്കിയ സമയം, നമ്മൾ വേർപെട്ടു വന്ന സമൂഹത്തിൽ നിന്ന് വേർപെട്ടൊന്ന് വേസ്റ്റായി പോകരുത്. അവസാന നാളിൽ നമ്മൾ നിത്യതയിൽ കാണണമെങ്കിൽ ഒരു വിശുദ്ധിയുടെ ആത്മമണ്ഡലത്തിലേക്ക് നിൽക്കണം. പ്രൈസ് ദി ലോർഡ്. വിശുദ്ധിയെ കുറിച്ച് പറയുമ്പോൾ ഒരു ഗ്രൂപ്പല്ല, വ്യക്തിപരമായി. രക്ഷ വ്യക്തിപരമായിട്ടുണ്ടെങ്കിൽ, സ്നാനം വ്യക്തിപരമായതാണെങ്കിൽ, മരണം വ്യക്തിപരമായതാണെങ്കിൽ, ഞാൻ പറയുന്നു പുനരുത്ഥാനവും ഓരോ വ്യക്തികളുടെയും വ്യക്തിപരമായിട്ടുള്ള വിഷയമാണ്.
അങ്ങനെയാണെങ്കിൽ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ അവന്റെ ജീവിതവും വിശുദ്ധമായിരിക്കണം. ഓരോ നിമിഷവും മാനസാന്തരപ്പെട്ട് എവിടെയാണോ കുറവ്, എവിടെയാണോ തെറ്റെന്ന് കണ്ടുണർന്നുകൊണ്ട്, ഒരുപക്ഷെ എനിക്ക് ആരോടെങ്കിലും മനസ്സിനകത്തൊരാളുടെ വേദനയുണ്ടെങ്കിൽ അതുകൊണ്ട് നടക്കരുത്. അത് വിശുദ്ധിയുടെ വസ്ത്രത്തിന് കറ വരുവാനിടയാകും. ഒരിക്കൽ യോശുവ പുരോഹിതൻ ദൈവസന്നിധിയിൽ ചെല്ലുമ്പോൾ പിശാച് കയറി വരികയാണ്. കാരണം പൗരോഹിത്യ വസ്ത്രത്തിൽ അല്പം അഴുക്കെന്തോ ഉണ്ടായിരുന്നു. ഇത് പിശാച് ദൈവത്തിന്റെ മുന്നിൽ കാണിച്ചു കൊടുക്കുവാൻ താണ്ടെ കയറി ചെല്ലുകയാണ്. ഇത് മനസ്സിലാക്കിയ യഹോവയായ ദൈവം സാത്താനെ ഭത്സിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നിത്യതയ്ക്ക് പോകാൻ തടസ്സമായി നമ്മുടെ ജീവിതത്തിലെ രഹസ്യ ജീവിതത്തിലെയോ പരസ്യ ജീവിതത്തിലെയോ ചെറുതോ വലുതോ ആയിട്ടുള്ള എന്തെങ്കിലും വിശുദ്ധിക്ക് തടസ്സമായി നിൽക്കുന്നതുണ്ടെങ്കിൽ അതിനെ ഇന്ന് പകൽക്കാലം കഴുകി യേശുക്രിസ്തുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച് ഒരു ശുദ്ധ ജീവിതത്തിന് വേണ്ടി ഈ സന്ദേശം നിങ്ങൾക്ക് കാരണമാകട്ടെ എന്ന് ക്രിസ്തുവിൽ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ആ പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയ ലേഖനത്തിൽ പറഞ്ഞ വാക്കിങ്ങനെയാണല്ലോ, ക്രിസ്തു നിമിത്തം സകലതും ഛേദമെന്നുണ്ട്. ഒരു വിശുദ്ധന്റെ ജീവിതത്തിൽ അവൻ പ്രതീക്ഷിക്കുന്നതൊന്നും അവന് കിട്ടിയെന്ന് വരില്ല, അവൻ നേടിയെന്ന് വരത്തില്ല, അവൻ പ്രാപിച്ചെന്ന് വരത്തില്ല, ചില സ്ഥാനങ്ങളും മാനങ്ങളും കിട്ടിയെന്ന് വരില്ല. പക്ഷേ ഒരുറപ്പ് പറയുന്നു, ഈ ഭൂമിയിൽ ക്രിസ്തുവിൽ വിശുദ്ധനായി ജീവിച്ചാൽ അവൻ എവിടെ പിടഞ്ഞു വീട് മരിച്ചാലും കാഹളം ധ്വനിക്കും ഒരു ദിവസം ആ മണ്ണിൽ നിന്നും വിണ്മയ ശരീരം പ്രാപിച്ച് നിത്യതയിൽ പറക്കുമെന്നുള്ള ഉറപ്പ് ദൈവത്തിന്റെ വചനം നമുക്ക് തരികയാണ്. ഹല്ലേലൂയ. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവരെ, കാണുമോ കർത്താവിന്റെ വരവിൽ, കേൾക്കുമോ കാഹള ശബ്ദം? മരണം നിശ്ചയമാണെന്നേ, സമയം നിശ്ചയമല്ല. ഈ പ്രസംഗിക്കുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും മരണത്തിന്റെ മുമ്പിൽ കീഴ്പ്പെട്ടേ പറ്റുകയുള്ളൂ. മരണം വരുമ്പോൾ പിന്നീടാകട്ടെന്ന് പറയാൻ പറ്റത്തില്ല. എന്നാൽ പൗലോസ് അപ്പോസ്തലന്റെ ജീവിതം നോക്കുക. മരണം തന്റെ മുമ്പിൽ കണ്ടപ്പോൾ പുള്ളി പറഞ്ഞൊരു വാക്കുണ്ട്, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു, എനിക്ക് മാത്രമല്ല തങ്ങൾ പ്രത്യാശ വെക്കുന്ന ഏവർക്കും എന്ന് പറയാനുള്ള കാര്യം തന്റെ ജീവിതത്തിൽ വിശുദ്ധിയെ കുറിച്ചുള്ള പൂർണ്ണമായൊരു ഉറപ്പുണ്ടായിരുന്നു. ആകയാൽ എന്നെ കേൾക്കുന്ന ദൈവദാസന്മാരെ, നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി ശുശ്രൂഷകൾ ദൈവം തന്നിട്ടുണ്ട്. ആ ശുശ്രൂഷകളെല്ലാം നമ്മൾ ചിലവിനെ പണിയാൻ തന്നതാണ്. പക്ഷെ വിശുദ്ധി എന്ന് പറയുന്നത് നമ്മുടെ അളവുകോലാണ്. പ്രൈസ് ദി ലോർഡ്. നോഹയോട് ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, നീ ഒരു പെട്ടകം പണിയണം. അതിന്റെ അളവൊക്കെ കൊടുക്കുവാനിടയായി. എത്ര വാതിൽ വേണമെന്നും എത്ര തട്ട് വേണമെന്നും നോഹയോട് ദൈവത്തിന്റെ അരുളപ്പാട് ലഭിച്ചു. നോഹ രാവിലെ മുതൽ വൈകിട്ട് വരെ ഓരോ സ്ഥലങ്ങളിൽ ചെന്ന് വരാനുള്ള ന്യായവിധിയെ കുറിച്ച് പറയും. വൈകിട്ട് വരുമ്പോൾ എന്റെ ആത്മീയ കാഴ്ചപ്പാട് ഞാൻ ചിന്തിക്കുകയാണ്. തന്റെ കയ്യിലിരിക്കുന്ന ചെറിയ വെട്ടം ഉപയോഗിച്ചുകൊണ്ട് ആ പെട്ടകത്തെ അളന്നു നോക്കും. എവിടെയെങ്കിലും കൂടിപ്പോയോ, എവിടെയെങ്കിലും കുറഞ്ഞു പോയോ? ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമുക്ക് തരുന്ന പ്രവചനമാകട്ടെ, അത്ഭുത രോഗശാന്തിയാകട്ടെ, ഭൂതശാന്തിയാകട്ടെ, വചന ശുശ്രൂഷകളാകട്ടെ, ഉപദേശങ്ങളാകട്ടെ, എന്ത് തന്നെ ആകട്ടെ, നിങ്ങൾ ഈ ഭൂമിയിൽ ചെയ്യുന്നത് കർത്താവിന്റെ നാമമഹത്വത്തിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും വേണ്ടിയാണ്. പക്ഷേ അവിടെ അതൊക്കെ ചെയ്യുമ്പോഴും അതിനകത്തൊരു വിശുദ്ധീകരണം എന്നിലുണ്ടോ എന്ന് അനുദിനം പരിശോധിക്കണമെന്ന് ദൈവനാമത്തിൽ ഞാൻ നിങ്ങളോട് ഓർമ്മിപ്പിക്കുകയാണ്. ആകയാൽ എന്നെ കേൾക്കുന്ന ഓരോ ദൈവമക്കളും പറയുന്നു, നമ്മുടെ വിശുദ്ധിയെ കാത്തു സൂക്ഷിച്ച്. ഹല്ലേലൂയ. ഇനി ഞാനൊരു കാര്യം പറയട്ടെ, വിശുദ്ധന് ജീവിതത്തിനകത്ത് മറ്റൊന്നും ആഗ്രഹിക്കാനില്ല. അവന്റെ ശരീരം ഓരോ നിമിഷവും പുനരുത്ഥാന ശക്തിക്ക് വേണ്ടി അവൻ കൂടുതലായി വിശുദ്ധീകരിക്കപ്പെടുവാനിടയാകും. പൗലോസ് പറഞ്ഞ വാക്ക് 3-ാം പ്രാവശ്യം ഞാൻ പറയുന്നു, അവന് ഈ ലോകത്തുള്ളതെല്ലാം അവൻ ചപ്പം നണ്ടി. കാരണം എന്തെന്നറിയണ്ടേ? ഇതെല്ലാം അവൻ കളഞ്ഞു. അവന്റെ സ്ഥാനങ്ങൾ, മാനങ്ങൾ, പാട്ടുകാരൻ പാടിയതുപോലെ സ്ഥാനങ്ങൾ, മാനങ്ങൾ നശ്വരമാ, മേലുള്ള യെരൂശലേം നിത്യ ഗ്രഹം. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഇവിടെ സ്ഥാനത്തിന് വേണ്ടി, മാനത്തിന് വേണ്ടി, ഓരോ കസേരയ്ക്ക് വേണ്ടി നാം ഇവിടെ കടിപിടി കൂടുമ്പോൾ നമ്മുടെ വിശുദ്ധിയെ ഒന്ന് പരിശോധിക്കണം. ഈ പുസ്തകം എടുക്കുന്നവരോട് ഞാൻ പറയുന്നു, ഈ പുസ്തകം എടുത്ത് പ്രസംഗിക്കുന്നവരോട് പറയുന്നു, നിങ്ങളുടെ വിശുദ്ധിയെ കാത്തു സൂക്ഷിച്ചിട്ടായിരിക്കണം ഈ പുസ്തകത്തിന്റെ വാക്കുകളെ മറ്റുള്ളവരുടെ മുമ്പിൽ കൊടുക്കേണ്ടത്. ഇല്ല എങ്കിൽ ഒരു നാൾ നാം ന്യായാസനത്തിന്റെ മുന്നിൽ നിൽക്കേണ്ടി വരും. പ്രൈസ് ദി ലോർഡ്.
ദാനിയേലിന്റെ പുസ്തകം പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇങ്ങനെയാണ്: ചിലർ നിത്യ ലജ്ജയ്ക്ക് വേണ്ടി ഒരു ദിവസം വരും, ചിലർ നിത്യമായ സന്തോഷത്തിന് വേണ്ടി മറ്റൊരു സ്ഥലത്ത് കൂട്ടപ്പെടും. അങ്ങനെ ഒരു ദിവസം ദാണ്ട വരാൻ പോവുകയാണ്. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 4 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, ഒന്നാം പുനരുത്ഥാനത്തിൽ പങ്കുള്ളവർ ഭാഗ്യവാന്മാർ, അവർ വിശുദ്ധന്മാരെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് പറയട്ടെ, ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ ആ കാഹള ശബ്ദത്തിൽ നാം മരിച്ചുപോയാലും ഇല്ല, ജീവനോട് ശേഷിച്ചാലും നമുക്കവിടെ കാണാം. തെസ്സലോനിക്ക ലേഖനത്തിൽ പൗലോസ് ശ്ലീഹ പറഞ്ഞു നിർത്തുന്ന വാക്കിതാണ്: നിങ്ങൾ എന്തായിരുത്തി കർത്താവ് തൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹള ശബ്ദത്തോടും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ മരിച്ചവർ മുൻപേ അവർ എഴുന്നേറ്റ്. ആരാ മരിച്ചവർ മുമ്പേ എഴുന്നേൽക്കുന്നു പറഞ്ഞാൽ വിശുദ്ധരായി ജീവിച്ച് അവരുടെ വിശുദ്ധ ശരീരം പുനരാഗമനത്തിന് വേണ്ടി ഒരുക്കപ്പെട്ട് ഈ ഭൂമിയിൽ ജീവിച്ച് തങ്ങളുടെ വിശുദ്ധി കാത്തു സൂക്ഷിച്ച ഭക്തന്മാർ ഈ മണ്ണിൽ അടക്കപ്പെട്ടിരിക്കുകയാണ്. അന്ന് കാഹളം ധരിക്കുമ്പോൾ ആദ്യം എഴുന്നേറ്റ് വരുന്നത് ആ വിശുദ്ധന്മാരായിരിക്കും. 2, അതിനുശേഷമാണ് ജീവനോടെ ശേഷിക്കുന്ന വിശുദ്ധന്മാർ, വൃതന്മാർ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുന്നത്. അപ്പോഴും ഒരു ഗ്രൂപ്പ് ആൾക്കാർ ഈ ഭൂമിയിലും ഉണ്ടായിരിക്കും, ഈ മണ്ണിനടിയിലും ഉണ്ടായിരിക്കും. അവർക്കുള്ള സമയം എന്ന് പറയുന്നത് രണ്ടാമത്തെ വിളിയാണ്. ആ രണ്ടാമത്തെ വിളി എന്ന് പറയുന്നത് നിത്യ നരകത്തിലേക്കുള്ള ന്യായവിധിക്കുള്ള സമയമാണ്. ആകയാൽ ഈ ചെറിയ സന്ദേശത്തിൽ കൂടെ പറയട്ടെ, വിശുദ്ധിക്ക് ഒരു ഫലമുണ്ട്. ആന്റി, അങ്കിളെ, പിതാവേ, മാതാവേ, ദൈവദാസനെ, കുഞ്ഞേ, ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിക്കുമ്പോൾ മറ്റുള്ളവർ ചിലപ്പോൾ കാത്തു സൂക്ഷിച്ചെന്ന് വരില്ല, ദൈവദാസന്മാർ ഇതിന് വില കൊടുത്തെന്ന് വരില്ല. പക്ഷെ നിങ്ങൾ കൊടുക്കണം. കാരണം മരണം ഉറപ്പാണ്, കർത്താവിന്റെ വരവ് ഉറപ്പാണ്, കാഹള ശബ്ദം ഉറപ്പാണ്. നമുക്കവിടെ പോകണം, നിത്യതയിൽ കാണണമെന്നുള്ള ഉറച്ച വിശ്വാസവും പ്രത്യാശയോടും കൂടെ ഓരോ ദിവസവും നമുക്ക് മുമ്പിലോട്ട് പോകുവാൻ പരിശുദ്ധനായ ദൈവം ഈ ചെറിയ സന്ദേശത്തിൽ കൂടെ നിങ്ങളെ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സന്ദേശം ഞാനിവിടെ കുത്തിടുന്നു. സർവശക്തൻ നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.